എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അലക്സ് എബ്രഹാം. ഞാൻ കൊട്ടാരക്കര എന്ന ഗ്രാമപ്രദേശത്ത് മലവള എന്ന സ്ഥലത്ത് താമസിക്കുന്നു. എൻ്റെ പ്രവാസ ജീവിതം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാൻ നാട്ടിൽ സെറ്റിലായിരിക്കുകയാണ്. എൻ്റെ വിദ്യാഭ്യാസ കാലയളവ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോലിക്ക് വേണ്ടി ബോംബെയുടെ പ്രദേശത്തേക്ക് 1987 സമയങ്ങളിൽ ഞാൻ ജോലി അന്വേഷിച്ച് അവിടെ പോകുവാനിടയായി തീർന്നു. അങ്ങനെ 4-5 വർഷക്കാലം ബോംബെയുടെ പ്രദേശത്ത് വിവിധ സ്ഥലങ്ങളിൽ വിവിധ കമ്പനികളിൽ ജോലി ചെയ്ത് അവിടെ ഇരിക്കുമ്പോൾ ഗൾഫിലേക്കുള്ള അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെ പേപ്പറിൽ കാണുമായിരുന്നു. എങ്ങനെയെങ്കിലും ഗൾഫിൽ കടന്നുപോയി പൈസ സമ്പാദിച്ച് കുടുംബത്തെ പുലർത്തണം എന്നുള്ള ധാരണയിൽ എല്ലാ ദിവസവും പേപ്പർ നോക്കും. അങ്ങനെ പേപ്പർ നോക്കി നല്ല വേക്കൻസി ഉണ്ടോ എന്ന് നിരന്തരമായി ഞങ്ങൾ പോവുക പതിവായിരുന്നു. എന്നെ കൂടാതെ എൻ്റെ കൂട്ടുകാരും സ്നേഹിതരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് കുവൈറ്റിൽ പോകുവാനുള്ള ഒരു ചാൻസ് ഏജൻസി മുഖാന്തരം ലഭിക്കാനിടയായിത്തീരുന്നു. അത് 1987 അവസാന കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഞാൻ കുവൈറ്റിൻ്റെ പ്രദേശത്തേക്ക് കടന്നുപോയി ആ ജോലിയുള്ള ബന്ധത്തിൽ. ആ സമയത്ത് അവിടെ വാർ നടക്കുന്ന സമയമാണ്. വാർ എന്ന് വെച്ചാൽ വാർ തീർന്നു, എന്നാൽ പലരും വാറിനോടനുബന്ധിച്ച് അവിടെ പോകുവാൻ മടിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. അവിടെ 1.5 വർഷക്കാലം അവിടെ കെൻഡ് എന്ന് പറയുന്നൊരു കമ്പനിയിൽ ജോലി ചെയ്യാനിടയായി തീർന്നു, ആ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി. അങ്ങനെ അവിടുത്തെ വർക്ക് കഴിഞ്ഞ ശേഷം നാട്ടിലേക്ക് കടന്നു വന്നതിന് ശേഷം ബോംബെയിൽ താമസിച്ചു. ബോംബെയിൽ അതിനുശേഷം പൂനെയിൽ താമസിച്ചു. അവിടെയും ജോലി ചെയ്ത് അങ്ങനെ കഴിയും വേളയിൽ കയ്യിൽ കാശൊന്നും ഇല്ലാത്ത ഒരു സന്ദർഭം ഉണ്ടായി. പിന്നെയും ജോലി അന്വേഷിച്ച വിവിധ സ്ഥലങ്ങളിൽ ഏജൻസി മുഖാന്തരം അന്വേഷിച്ചു. പിന്നീട് ഒടുവിലായി 1993 പിന്നെയും കുവൈറ്റിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. അങ്ങനെ 93 കുവൈറ്റിൽ നിന്ന് കടന്ന് അവിടെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് കൂടെ ഞങ്ങൾ പൂനെയിൽ താമസിക്കുന്ന വേളയിൽ ഞാൻ വളരെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഒക്കെയായിരുന്നു. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകളാണല്ലോ, എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ച വേളയിലെല്ലാം ദൈവത്തിൻ്റെ കരം ആ വിഷയത്തിന്മേൽ പ്രവർത്തിപ്പാനിടയായിത്തീർന്നു. ഞങ്ങൾ 94 എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈഫിനെയും കൂട്ടി പൂനെയിൽ അവിടെ പ്രദേശത്ത് അവിടെ കടന്നുപോയി. അവിടെ താമസിക്കുമ്പോഴാണ് ഏറെ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായി അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നാൽ അങ്ങനെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന വേളയിൽ ഇനി കമ്പനിയിൽ കടന്നു പോകുവാൻ കഴിയുമോ എന്നുള്ള ചിന്തിച്ച് ഞാൻ ഭാരപ്പെട്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ വളരെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം ആ വിഷയത്തിന്മേൽ കാണുവാനിടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുവൈറ്റിൽ ഞാൻ ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന്, അന്നത്തെ കാലത്ത് ടെലഗ്രാമാണ്, ഞാൻ അതേ പൂനെയിലിരിക്കുമ്പോൾ എൻ്റെ ഭവനത്തിൽ ഒരു ടെലഗ്രാം വന്നു, എത്രയും പെട്ടെന്ന് ആ ഏജൻസിയുമായി ബന്ധപ്പെടുവാൻ. അങ്ങനെ അവിടെ കടന്നുപോയി. ഞങ്ങൾ ഉപവാസിരിക്കുന്ന സമയങ്ങളിലാണ്, ഉപവാസം തീരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഞങ്ങളുടെ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലം ആ നിമിഷങ്ങളിൽ കാണുവാനിടയായിത്തീർന്നു. അങ്ങനെ ഞാൻ ആ ടെലഗ്രാം ഇവിടെ നിന്ന് വീട്ടിലേക്ക് അയച്ചു, എൻ്റെ താമസിക്കുന്ന സ്ഥലമായ പൂനെയിലേക്ക് അയച്ചു തന്നു. ആ ടെലഗ്രാമുമായി ഞാൻ ബോംബെയുടെ പ്രദേശത്ത് കടന്നുപോയി. അവിടെ ചെന്ന് മെഡിക്കലും കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ 5 പൈസയും ഇല്ലാത്ത സാഹചര്യമായിരുന്നു. 5 പൈസ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ രാത്രി 12 മണിയായപ്പോൾ
പൂനെ വന്നു. അവിടുന്ന് മെഡിക്കലും കഴിഞ്ഞ് ഭവനത്തിൽ വന്നു. എന്നാൽ തിരിച്ചു പോകണം. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 15 ദിവസം കഴിഞ്ഞ ശേഷം മടങ്ങിപ്പോകണം. മടങ്ങിപ്പോകുന്ന ആ ദിവസങ്ങളിൽ മെഡിക്കൽ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അന്ന് രാത്രിയിൽ എന്നോട് പറഞ്ഞു, നിനക്ക് നാളെ രാവിലെ നിനക്ക് ഫ്ലൈറ്റാണ്, നീ കടന്നു വരണത്. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല. എന്തായാലും ഞാൻ വിശ്വാസത്തോടുകൂടെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് കഷ്ടിച്ച് പൂന റെയിൽവേ സ്റ്റേഷനിൽ പോകുവാനുള്ള പൈസ മാത്രമേ ആദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു വാത്സല്യ സഹോദരൻ, ഞങ്ങളുടെ കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം, ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവൻ എന്നെ പൂന റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ട്രെയിൻ കയറി ദാദറിൽ വന്നു. ദാദറിൽ വന്നതിന് ശേഷം അപ്പോഴേണ്ട എനിക്ക് തോന്നുന്നു 2 മണിയായി രാവിലെ. അവിടെ നിന്ന് സാന്താക്രൂസ് എയർപോർട്ടിൽ പോകണം. ഒരു പൈസ പോലും ഇല്ല, പോക്കറ്റ് കാലിയാണ്. എങ്ങനെ പോകണം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് യാതൊരു പരിചയമില്ലാത്ത എൻ്റെ ഒരു സ്നേഹിതൻ, അതായത് കോട്ടയംകാരൻ ബിജു എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവനെ കാണുവാനിടയായിട്ടുണ്ട്. ആ പ്രിയപ്പെട്ടവനോട് പരിചയപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു, എവിടെ പോവുകയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ബോംബെ എയർപോർട്ടിൽ പോവുകയാണ്. താങ്കൾ എവിടെയാണ് പോകുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ പ്രിയ സഹോദരൻ പറഞ്ഞു, എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഞാൻ കുവൈറ്റിലേക്ക് പോകുവാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വരുവാനിടയായിത്തീർന്നു. അങ്ങനെ ആ പ്രിയപ്പെട്ടവനെ കണ്ടു. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്ക് എയർപോർട്ടിൽ പോകാനുള്ള പൈസ ഇല്ലായിരുന്നു. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, വിഷമിക്കണ്ട, നിനക്ക് പോകാനുള്ള പൈസ ഞാൻ തരാം. അങ്ങനെ അന്നത്തെ കാലത്ത് എയർപോർട്ടിൽ നിന്ന് 380 രൂപയാണ് എയർപോർട്ട് ഫീസ്. അന്ന് ബോംബെയിൽ നിന്ന് സാന്താക്രൂസിലെത്തി. സാന്താക്രൂസിൽ നിന്നും അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി കുവൈറ്റിൽ ഞങ്ങൾ രണ്ടും ഒരു കമ്പനിയിൽ ചെന്ന് ജോലി ചെയ്യുവാൻ ഇടയായിത്തീർന്നു. എന്ന് പറഞ്ഞാൽ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഏത് വിഷയത്തിന്മേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. അതെൻ്റെ വിശ്വാസം ഉറച്ചുകൂടെ ആഴമായി വിശ്വസിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഞാൻ 1984 ഞാൻ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ വിശ്വാസ ജീവിതത്തിൽ തളർന്നു പോകാതെ, പ്രതികൂലങ്ങൾ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, ഭാരമേറിയ അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും തളരാതെ വണ്ണം ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു. അതിന് ദൈവത്തിന് എപ്പോഴും നന്ദിയുള്ളവനായി ഞാൻ ഇരിക്കുന്നു. അതായത് ജീവിതത്തിലുണ്ടായിരുന്ന മറ്റ് അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, കുവൈറ്റിൽ നിന്ന് ജോലി കഴിഞ്ഞ് നാട്ടിൽ വന്നു. അതിനുശേഷം ഞാൻ സൗദി അറേബ്യയ്ക്ക് വേണ്ടി 1997 പോകുവാനിടയായിത്തീർന്നു. ഏതാണ്ട് 22 വർഷക്കാലം സൗദി അറേബ്യയിൽ ജോലി ചെയ്യുവാനിടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2010 ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി ചെയ്ത ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങൾ 2 പേരാണ് റൂമിൽ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എനിക്ക് ശാരീരികമായി ചില അസ്വസ്ഥതകൾ നേരിട്ടു. എന്ന് പറഞ്ഞാൽ അതികഠിനമായ നെഞ്ചുവേദനയാൽ ഞാൻ വളരെ ഭാരപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എൻ്റെ റൂം പാർട്ട്ണർ അവൻ ജോലിക്ക് പോയിരിക്കുകയാണ്, ഞാൻ ഏകനായിട്ടുള്ളൂ. അപ്പോൾ നെഞ്ച് വേദന അതികഠിനമായി വേദന സഹിക്കുവാൻ കഴിയാതെ വണ്ണം വളരെ നെഞ്ചുവേദനയാൽ ഭാരപ്പെട്ടു. അങ്ങനെ ഞാൻ തന്നെ ഫോണെടുത്ത് എൻ്റെ കമ്പനിയുടെ ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായി എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ. ആ പ്രിയപ്പെട്ടവനെ എത്രയും പെട്ടെന്ന് അവിടെ കൊണ്ടുവന്നു. ഞാൻ സൗദി അറേബ്യയിൽ ജുബൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കിംസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ ചെക്കപ്പിന് വേണ്ടി കടന്നു പോകുന്ന ആ ഡോക്ടറെ കാണുവാനിടയായിത്തീർന്നു. അവിടെ കടന്നു പോകുമ്പോൾ
എനിക്ക് ഹാർട്ടിന് അറ്റാക്കായി എന്നാണ് ആ ഡോക്ടർ പറയുവാനിടയായിത്തീർന്നത്. അവിടെ ചെന്ന ഉടനെ ഞാൻ വളരെ ഭാരപ്പെട്ടു, ഛർദ്ദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഇവിടെ പറ്റത്തില്ല, അവിടെയുള്ള അൽമന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ വലിയ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തു, അഞ്ചിയോഗ്രാമൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ വളരെ വേദനിക്കുന്ന അനുഭവങ്ങളാണ് ഉണ്ടാകുവാനിടയായിത്തീർന്നത്. അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് 5 ബ്ലോക്ക് എൻ്റെ ശരീരത്തിന്മേലുണ്ട്. അതിലെ ഒരു ബ്ലോക്ക് ഏതാണ്ട് 99% അത് ബ്ലോക്കായിരിക്കുകയാണ്. മറ്റുള്ളത് 75%, 60% എന്നീ നിലകളിലാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. അതുകൊണ്ട് ഇത് സർജറി ചെയ്യണം എന്ന് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ ഞാൻ ആരുമില്ല അവിടെ, അവിടുത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൂട്ടുകാരെയും മറ്റുകാരെയും ഹോസ്പിറ്റലിൽ അത് നിർത്തുവാൻ കഴിയാത്ത ഒരു സന്ദർഭമാണ് അവിടെ ഉള്ളത്. ഞാൻ ഏകനായിട്ട് ഇങ്ങനെ വളരെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ആരുമില്ലാത്ത അവസ്ഥയിൽ ദൈവാത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഡോക്ടർ 2 ദിവസം അവിടെ കിടന്നതിന് ശേഷം എന്നെ അവിടെയുള്ള മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക്, അതായത് സർജറിക്ക് വേണ്ടി വിധേയപ്പെടുവാൻ വേറൊരു ഹോസ്പിറ്റൽ, അൽക്കോബാർ എന്ന് പറയുന്ന സ്ഥലത്ത് അൽമന ഹോസ്പിറ്റലിൻ്റെ മെയിൻ ഹോസ്പിറ്റലിലേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്തു. അവിടെ കടന്നു ചെന്ന് എനിക്ക് വളരെ വേദനാജനകമായ ഫീലിംഗ് ഉണ്ടായി. കാരണം വെച്ചാൽ അവിടെ ആരുമില്ല. എൻ്റെ കൈ കിടന്ന വാച്ച്, എൻ്റെ ചെരുപ്പ്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർ വാങ്ങിച്ചു വെച്ചതിന് ശേഷം എന്നെ അകത്ത് കൊണ്ടുപോയി അവരോട് പറഞ്ഞു, അത് ഇവിടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, ഇൻഷുറൻസ് എല്ലാം ഇവിടെ ഉണ്ട് എല്ലാം എന്ന് പറഞ്ഞ് അവരെന്നെ അതിനുവേണ്ടി വളരെ നിർബന്ധിച്ചു. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ കോൺഫിഡൻ്റായിട്ട്, എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിൽ ആഴമായിട്ട് വിശ്വസിച്ചു. വളരെ കോൺഫിഡൻ്റായിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, എന്നെ ഈ സൗദി അറേബ്യ വെച്ച് എൻ്റെ ആൻജിയോപ്ലാസ്റ്റ് നടത്തണ്ട. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, അറ്റ് എനി കോസ്റ്റ് ഇവിടെ സർജറി നടത്തുവാൻ ഞാൻ അനുവദിക്കത്തില്ല. അങ്ങനെ അവിടെ 3-4 ദിവസം അഡ്മിറ്റ് ആക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞു, എന്നെ എൻ്റെ നാട്ടിലേക്ക് വിട്ടാൽ മതി എന്ന് പറഞ്ഞ് അവരോട് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങളുടെ കമ്പനി മാനേജരുമായി ഇടപെട്ട് സംസാരിച്ചു. എന്നോട് നിന്ന് എഴുതി വാങ്ങിച്ചു, നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നീ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് ഇന്ത്യയിലേക്ക് പോകുന്നതെന്ന് എന്നെക്കൊണ്ട് എഴുതി വാങ്ങിച്ചതിന് ശേഷമാണ് എന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുവാനിടയായിത്തീർന്നത്. ഞാൻ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഇനി നീ ഫ്ലൈറ്റിൽ യാത്ര ചെയ്താൽ നിൻ്റെ മരണമായിരിക്കും എന്നോട് വളരെ വ്യക്തമായി പറയുവാനിടയായിത്തീർന്നു. ഞാൻ പറഞ്ഞു, അറ്റ് എനി കോസ്റ്റ് ഐ വാണ്ട് ഗോ മൈ ഇന്ത്യ ആൻഡ് ഐ വാണ്ട് ടു സീ മൈ വൈഫ് ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുവാനിടയായിത്തീർന്നു. ദൈവം അത്ഭുതകരമായി ആ നിലകളിൽ എന്നെ വിടുവിച്ചു. ഇവിടെ കടന്നു വന്നതിന് ശേഷം 10-12 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പരിമല ഹോസ്പിറ്റലിൽ എനിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ഇന്നേക്ക് 12 വർഷത്തിൽ കൂടുതലായി ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതിന് ശേഷം ഭവനത്തിൽ വിശ്രമിക്കുന്നു. അതിനുശേഷം ഞാൻ ഇവിടുന്ന് സുഖം പ്രാപിച്ച് 2-3 മാസത്തിന് ശേഷം വീണ്ടും ഞാൻ എൻ്റെ സെയിം കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യുവാനിടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കെ 2011 വീണ്ടും എനിക്ക് വലിയ ഒരു അനർത്ഥം നേരിട്ടു. ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ യൂറിയ ആൻഡ് അമോണിയ ഉണ്ടാക്കുന്ന പ്ലാന്റിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ ഇവിടെ കമ്പനിയിൽ വാട്ടർ ടാങ്കിൽ നിന്ന് 100% തിളപ്പിച്ച വെള്ളം, അത് ഒരു വാൽവ് ഓപ്പൺ ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ വാൽവിലെ പ്രഷർ 100% പ്രഷർ എൻ്റെ മുഖത്തേക്ക് വളരെ ആഘാതമായി പതിപ്പാനിടയായിത്തീർന്നു. വളരെ പ്രഷറോടി, നിങ്ങൾക്കറിയാമല്ലോ, ഒരു വാൾവ് തുറന്നു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന പ്രഷർ, അതും സ്റ്റീം, ആ ചൂടുവെള്ളം
എൻ്റെ മുഖത്ത് മൊത്തത്തിൽ പടർന്നു. ഞാൻ അവിടെ നിന്ന് എൻ്റെ കമ്പനി പോലും അറിയാതെ വണ്ണം ഞാൻ ആ കമ്പനിയിൽ നിന്ന് അതേ ഗേറ്റിൻ്റെ പുറത്ത് വന്ന് എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ എങ്ങനെ വീട്ടിൽ വന്നെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കണ്ണ് രണ്ടും മുഖവും മൊത്തം കംപ്ലീറ്റ് നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്തെ തൊലി കംപ്ലീറ്റ് പോയി. അന്ന് എൻ്റെ വൈഫിനെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങളെ ഒരുമിച്ച് ജുബൈൽ എന്ന പ്രദേശത്ത് താമസിക്കുകയായിരുന്നു. ആ സമയങ്ങളിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെ മുഖത്തിന് വളരെ പ്രയാസം നേരിട്ടു. എല്ലാവരും പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി മുഖത്ത് ചെയ്യണമെന്ന്. അതിന് രണ്ട് കണ്ണും വളരെ പ്രയാസത്തിൽ കൂടെ ഞാൻ വിചാരിച്ചത് രണ്ട് കണ്ണും നഷ്ടപ്പെടും എന്നുള്ള ചിന്താഗതിയായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം അതിൽ നിന്ന് വിടുവിച്ചു. ഇപ്പോൾ ഒരു കണ്ണിൻ്റെ കാഴ്ച 90% ഉള്ളൂ. അതിൻ്റെ കോശങ്ങൾ, അതായത് പ്രകാശം നൽകുന്ന കോശങ്ങൾ കംപ്ലീറ്റ് നശിച്ചു. എന്നാൽ ഒരു കണ്ണിന് ഒന്നും സംഭവിക്കാതെ വണ്ണം സർവശക്തനായ ദൈവം പരിപാലിച്ചു. ഇത്രയൊക്കെ സംഭവിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാൻ വളരെ കോൺഫിഡൻറ്റോടെ എനിക്ക് പറയുവാൻ കഴിഞ്ഞത് ദൈവം എന്നെ നിലനിർത്തി. ഈ സന്ദർഭങ്ങളിൽ എൻ്റെ കുടുംബം വളരെ വേദനാജനകത്തിൽ കൂടെ കടന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ മുഖത്ത് നോക്കുവാൻ കഴിയാതെ വണ്ണം വളരെ പ്രയാസത്തിലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ മുഖം വികൃതമായി കാണുമ്പോൾ എങ്ങനെ ഒരു ഭാര്യയ്ക്ക് സഹിക്കും? അത്രമാത്രം വേദനയിൽ കൂടെ അവൾ കടന്നുപോയി. അങ്ങനെ ജീവിതത്തിൽ ഈ സംഭവിച്ചതെല്ലാം ദൈവം അറിയാതല്ല. ദൈവം തിന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുകയില്ല. എല്ലാം ദൈവം നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു. അല്ലെങ്കിൽ രണ്ട് കണ്ണും നഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും, അവരുടെ ഭാവി എങ്ങനെയാക്കി തീർക്കും എന്നുള്ള ചിന്താഭാരം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും ഇവിടെയുള്ള ദൈവസഭ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എന്നെ ഇത്രയും ശക്തനാക്കി ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ ദൈവിക നന്മകൾക്കും കാരണം ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്. ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച നാൾ മുതൽ ഇതുവരെ ഒരു പടി പോലും പുറകോട്ട് പോകാതെ വളരെ ദൈവസന്നിധിയിൽ ഭയത്തോടും ദൈവകൃപയോടും ദൈവാശ്രയത്തോടുമാണ് ഞങ്ങൾ കുടുംബമായി കഴിഞ്ഞു കൂടുന്നത്. പ്രവാസ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ദിവസങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ ഈ നമ്മുടെ നാട്ടിലെ ആരാധന രീതികളല്ല ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. അവർക്കെന്ന് പറഞ്ഞാൽ ദൈവം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയവും, കാരണം ആരും സഹായത്തിനില്ലാത്ത സാഹചര്യം അവരുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ അവർ ദൈവത്തെ ആഴമായി വിളിച്ചപേക്ഷിപ്പാൻ ഇടയായിത്തീരും. ഞാൻ ചിന്തിക്കുന്നു 1994 ഞാൻ കുവൈറ്റിലായിരിക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, നൈനാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങൾ വളരെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്യാമ്പിൽ കടന്നു വരുമ്പോൾ അന്നത്തേക്ക് വളരെ പ്രയാസമുള്ള സമയങ്ങളായിരുന്നു. കാരണം ഇത് കുവൈറ്റ് വാറൊക്കെ നടക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. എങ്കിലും ഞങ്ങൾ ഭവനത്തിൽ കടന്നു വരുമ്പോൾ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം 7 മണി കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ കൊണ്ടുപോയി റോഡിന് പുറത്ത് പോയി മരുഭൂമിയിൽ മരുഭൂമിയിൽ പേപ്പർ നിരത്തിയിട്ട് ഞങ്ങൾ കൈയോട് കൈ കോർത്ത് പിടിച്ച് തലമുറകൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ഞങ്ങൾക്കുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഞാൻ സൗദി അറേബ്യയിലായിരിക്കുമ്പോൾ തന്നെ വളരെ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ജോലി കഴിഞ്ഞ് കടന്നു വരുമ്പോൾ 2-3 ദിവസക്കാലം ആരാധന ആലയത്തിൽ പാർത്തുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അനേകരെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ അത് മുഖാന്തരങ്ങളാക്കി തീർത്തിട്ടുണ്ട്.
ആരാധന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ദൈവവചനം വായിക്കുകയും അതിനുവേണ്ടി സമയം ചിലവിടുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് അത് പ്രവാസ ജീവിതത്തിൽ പലർക്കും ഉണ്ടാകുന്നത്. എന്നാൽ നാട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ആരാധനയുണ്ട്, വാസ്തവത്തിൽ ശരിയാണ്. എങ്കിൽ അതിലുപരിയായി ഒരു ദൈവിക ഭയവും ദൈവത്തോടുള്ള നന്ദിയും ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോഴാണ് എപ്പോഴും നാം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് കർത്താവ് നമുക്ക് ബലം നൽകുന്നത്, നമുക്ക് സമാധാനം നൽകുന്നത്. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുവൈറ്റിൽ പോകുന്ന സമയത്ത് വളരെ പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. അന്നൊന്നും ആരാധനയ്ക്ക് വലിയ സ്വാതന്ത്ര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സന്ദർഭമാണ്. എങ്കിലും ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ വളരെ സമയം കണ്ടെത്തി ആരാധനയ്ക്ക് ആരാധനയ്ക്ക് പോകണം എന്നുള്ള ഒരു വളരെ തിടുക്കം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചതിന് ശേഷം നമുക്ക് ഏറെ ഉത്തരവാദിത്തങ്ങളാണ്. കാരണം കുടുംബത്തിന് വേണ്ടി, അതിനുശേഷം കുഞ്ഞുങ്ങളുണ്ടായാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരനുഭവം, അതൊക്കെ വളരെ പറഞ്ഞ് മറ്റൊരാളോട് പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. എന്നാൽ ദൈവത്തോട് നമ്മൾ നിലവിളിക്കുമ്പോൾ അതൊരു പ്രത്യേക അനുഭവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ഭാരം അറിയത്തില്ല, ഭാര്യയില്ലാത്തവർക്ക് ഭാര്യയെ പറ്റിയുള്ള വിഷമങ്ങൾ അറിയത്തില്ല. എന്നാൽ ഇവരൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ അവർക്ക് വേണ്ടി സമയങ്ങൾ കണ്ടെത്തി പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. അവരെ ഞാൻ വിദേശത്തായിരിക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങൾ വളരെ കുഞ്ഞുങ്ങളാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവൾ ഈ കുഞ്ഞുങ്ങളെ ഒരു ആരാധന പോലും മുടക്കാതെ വണ്ണം, ഒരു കോട്ടേജ് മീറ്റിംഗ് പോലും മുടക്കാതെ വണ്ണം എല്ലാ മീറ്റിങ്ങുകൾക്കും കൊണ്ടുപോയി. പരീക്ഷാ ദിനങ്ങളൊക്കെ വന്നെങ്കിലും അവർ പറയും പരീക്ഷ പിന്നെ എഴുതിയാൽ മതി, ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് ബുദ്ധി നൽകി കൊടുക്കും. അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ ഞങ്ങൾ കടന്നുപോയവരാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആ നിലയിൽ ഞങ്ങൾക്ക് പഠിപ്പിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തിട്ടുണ്ട്. സൗദി അറേബ്യയെ സംബന്ധിച്ചോളം സൗദി അറേബ്യയിൽ ആരാധന സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലങ്ങളാണ്. അവിടെ വളരെ അടച്ച് കെട്ടപ്പെട്ട റൂമുകളാണ്. സൗണ്ട് ഒരു കാരണവശാലും പുറത്തു പോകാതെ ആരാധിക്കുന്ന സാഹചര്യങ്ങളാണ് സൗദി അറേബ്യയിലുള്ളത്. എന്നാൽ അവരുടെ മധ്യത്തിലൊക്കെ ഞങ്ങൾ വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആരാധനകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷമാക്കി തീർത്തത് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഇവിടെ ആയിരിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സ്നേഹം കുടുംബമായിട്ട് ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. പ്രവാസ ജീവിതം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ല അനുഭവങ്ങളൊക്കെ ദൈവം നൽകി തന്നത്. ഇവിടെ ഈ ദേശത്ത് വന്ന് ഒരു ഭവനം ഉണ്ടാക്കുവാൻ ദൈവം ഇടയാക്കി. വളരെ ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നുപോയെങ്കിലും പ്രവാസ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങളാണെങ്കിലും അത് ഭവനത്തിൽ വളരെ അനുഗ്രഹങ്ങൾ അത് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ കുടുംബം ഞാൻ 1994 വിവാഹിതരാകുന്നത്. വിവാഹം ചെയ്തതിന് ശേഷം ഞങ്ങളുടെ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു. നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങളെ ദൈവം നടത്തി. എനിക്ക് ദാനമായി 2 കുഞ്ഞുങ്ങളെ ദൈവം നൽകി തന്നു. 2 പെൺകുഞ്ഞുങ്ങളാണ്. അവരെ ദൈവം വഴി നടത്തുന്നു. അവർ 2 പേരെയും വിവാഹം കഴിച്ച് കൊണ്ടുപോകുവാൻ ഇടയായി തീർത്തു. അവരും സന്തോഷകരമായി അവരും ജീവിക്കുന്നു. ഒരാൾ US-ലാണ് കുടുംബമായിട്ട്, ഒരാൾ ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ കർത്താവിൻ്റെ വിലയുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കുന്നു. ഇളയ മകൾക്ക് 2 കുഞ്ഞുങ്ങളാണ്. ഇപ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ ഡെലിവറി നടന്നത്. ഇളയ കുഞ്ഞ് അവർ സന്തോഷമായിരിക്കുന്നു. മൂത്ത മകൾക്ക് ഒരു കുഞ്ഞാണ്, അവൾ 7 മാസം പ്രായമുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ കുടുംബമായി സന്തോഷമായിരിക്കുന്നു. ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഇവിടെ ഒറ്റയ്ക്കാണ്. സന്തോഷമായി ജീവിതം നയിച്ച് ദൈവത്തെ വിളിച്ച്
അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവം നടത്തുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്.